أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇബാദത്തും സന്തോഷവും. ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് തൻ്റെ കഴിവും താല്പര്യവും കൊണ്ടാണ് ചെയ്യാനായത് എന്ന ചിന്ത വരുന്നുവെങ്കിൽ അത് ഉൾനാട്യവും നന്ദികേടുമാണ്. അതോടെ അത് കുറ്റകരമായി തീരുന്നു. മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും മാത്രമാണ് ഇതൊക്കെ ചെയ്യുവാൻ തനിക്ക് സൗഭാഗ്യം കിട്ടിയത് എന്ന് ചിന്തിക്കുന്നതാണ് അഭിമാനം, അഭിനന്ദാർഹം. അതിൻ്റെ പേരിൽ സന്തോഷിക്കാവുന്നതാണ്. എന്നാൽ നീ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ആരാധനാകർമ്മങ്ങളും തനിക്ക് റബ്ബിൻ്റെ സ്നേഹം നേടാൻ മാത്രം വലുതാണെന്ന് ആശ്വാസം കൊള്ളാൻ പാടില്ല. അവൻ്റെ കണക്കറ്റ അനുഗ്രഹങ്ങളും നിനക്ക് അവനോടുള്ള വലിയ കടമകളും തുലനം ചെയ്യുമ്പോൾ നിന്റെ കർമ്മങ്ങൾ, നീ സൽക്കർമ്മങ്ങളെന്ന് കണക്കുകൂട്ടുന്നവ വളരെ നിസ്സാരമാണ്. അത് തന്നെ സ്വീകാര്യോഗ്യമാണോ എന്ന് പോലും അറിയില്ല. കർമ്മങ്ങളുടെ ധാരാളം ഉപാധികളും ഘടകങ്ങളും ശരിയാം വിധം ചെയ്തുകൊണ്ട് അത് സ്വീകാര്യമായി തീർന്നിട്ടുണ്ടെന്ന് എങ്ങനെ നമുക്ക് ആശ്വസിക്കാനാവും? അതുകൊണ്ട് റബ്ബിലേക്കടുക്കുവാൻ പര്യാപ്തമായ ഒരു മാധ്യമമായി നിന്റെ ഇബാദത്തുകളെ, നിന്റെ സൽക്കർമ്മങ്ങളെ കാണാൻ പാടില്ല. നിന്റെ സൽക്കർമ്മങ്ങൾ നീ മറന്നേക്കണം. അതിനു പറ്റാനിടയുള്ള വീഴ്ചകളും കുറവുകളും ഓർത്ത് വളരെ നിസ്സാരമായി കാണണം. അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കുവാൻ ഉതകുന്ന ഒന്നും തൻ്റെ കയ്യിലിരുന്ന കീഴ്വണക്കമിൽ നിന്ന് ഉയർന്നു വരണം. ഇതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ കിടപ്പുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം, അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ടാണ് ഇബാദത്തിനൊക്കെ റബ്ബ് താല്പര്യം കാണിക്കുന്നത്. അവൻ്റെ തീരുമാനം, അവൻ്റെ ഖളാ, അവൻ്റെ ഇംഗിതമനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ കഴിയൂ എന്ന ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഇബാദത്ത് ചെയ്യും, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. നന്മയിലേക്ക് വരാനും തിന്മയിൽ നിന്ന് പിന്തിരിയാനും എനിക്ക് സാമർഥ്യമോ കഴിവോ ഒന്നുമില്ല റബ്ബേ, നീയാണ് അതിൻ്റെ പിന്നിൽ ശക്തി തരുന്നത്, നിന്റെ കഴിവല്ലാത്ത മറ്റൊന്നില്ല എന്ന ഒരു സമ്മതം, ഒരു കുറ്റസമ്മതം, ഉത്തമ ബോധ്യം വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് കൊണ്ട് തന്നെയാണെന്നാണ് ഈ പ്രസ്താവനകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അത്തരം അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.